ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബ്രേസി സ്റ്റിച്ചിങ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കാണാൻ പോകുന്നത് ഒരു ഫ്രാഗിൻ്റെ ഇലാസ്റ്റിക് എങ്ങനെയാണ് വെച്ച് തയ്ച്ചെടുക്കുന്നതെന്ന് കാണാം. ഇതുവരെ നമ്മുടെ ചാനലിൽ ഈ വീഡിയോ ചെയ്തിട്ടില്ല. ഇപ്പം വീഡിയോയ്ക്കകത്ത് പോകാം. ഇത് നല്ല പീസാണ്. ഇതൊരു ഫ്രാഗാണ്. ഓർഡർ ചെയ്തിട്ട് ഈ ക്ലോത്ത് മേടിച്ചതാണ്. ഇത് ഉൾവശമാണ്. ഇത് തയ്ച്ച് കഴിഞ്ഞു. 2 ലെയറായിട്ട് പിള്ളേരുടെയൊക്കെ ഉടുപ്പ് വരുന്ന രീതിക്കാണ് ഇത് തയ്ച്ചെടുത്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരെണ്ണവും പിന്നെ താഴെ ഇവിടെ ഒരെണ്ണവും വരുന്ന പോലെ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇത് ലൂസായിട്ട് തന്നെ വെച്ച് സകല വീതി കൂടുതലായിട്ട് തന്നെ ഈ ഹിപ്പ് ഭാഗത്തിലേക്ക് കൂടുതലായിട്ട് എടുത്ത് തയ്ച്ചിട്ട് വേണം നമ്മൾ ഈ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. ഇത് നമ്മുടെ പിള്ളേർ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരുടെയാണിത്. ഇപ്പോൾ ഇതിനകത്ത് ഈ ഇലാസ്റ്റിക് വെച്ച് തയ്ച്ചെടുക്കാൻ പോവുക. ഇത് നമ്മൾ ഈ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഈ ഭാഗത്തിലേക്ക്, ഇത് കൃത്യം ഈ സെൻറ്റർ ഭാഗത്തിൽ വരുന്ന രീതിക്ക് ഇങ്ങനെ വെച്ചിട്ട്, ഇത് ഇങ്ങനെ തന്നെ മേടിച്ചതാ. ഇത് കട്ട് ചെയ്ത് എടുക്കണ്ട, ആദ്യം തന്നെ കട്ട് ചെയ്ത് എടുക്കണ്ട, തയ്ച്ച് കഴിഞ്ഞിട്ട് പിന്നെ കട്ട് ചെയ്താൽ മതി. ഒരു 2 ഇഞ്ച് വീതി വിട്ടിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യാം. അങ്ങേ അറ്റം വരെ ഇത് കൊണ്ടുപോകണ്ട, ഇലാസ്റ്റിക് വേണ്ട. ഇവിടെ കറക്റ്റ് ഈ സെൻറ്റർ ഭാഗത്ത് ഇത് വെച്ചിട്ട് സകലം ഇങ്ങോട്ടൊന്ന് കയറ്റിയെടുക്കാം. ഈ വിരൽ വെച്ച് ഇങ്ങനെ ഈ തുമ്പ്, ഇലാസ്റ്റിക്കിൻ്റെ ഈ തുമ്പ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് സകലം ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്നിട്ട് നല്ല മുറുകെ പിടിച്ചുകൊണ്ട് ഇതേ ഈ ഇലാസ്റ്റിക് ഇങ്ങനെ വലിക്കണം. ഇതേ ഇപ്പം ഇവിടെയാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. ഇങ്ങനെ സകലം ഇങ്ങനെ വലിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഒരു വശത്തിലേക്ക് ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം. ഇലാസ്റ്റിക്കിൻ്റെ ഒരു വശത്തിൽ മാത്രമാണ് നമ്മൾ തയ്ക്കേണ്ടത്. ഇത് സെൻറ്റർ ഭാഗത്തിൽ തയ്ച്ചെടുക്കണ്ട. ഇത് 1 ഇഞ്ച് ഇലാസ്റ്റിക്കാണ്. ഒത്തിരി വലിച്ചു പിടിക്കുവാണെങ്കിൽ ഒത്തിരി മുറുകെ കിട്ടും, അപ്പം ഒത്തിരി ടൈറ്റാകും. അതുകൊണ്ട് സകല ലൂസായിട്ട് തന്നെ നമുക്ക് ആവശ്യപ്പെടുന്ന അളവിന് വലിച്ചു പിടിച്ചാൽ മതി. ഇവിടെ മേലെ കൊണ്ടുവന്നിട്ട് ഈ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ തന്നെ തിരിച്ച് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിങ്ങോട്ട് തിരിച്ചെടുക്കാം. ഇലാസ്റ്റിക്കിൻ്റെ ഈ മോൾവശത്തിലേക്ക് നമ്മളിപ്പം പിടിക്കുന്നു. ഇങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇത് ഉള്ളുവശമാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട് സൈഡ്, ഉണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. ഇത് ഷോൾഡർ ഭാഗം ഇതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗവും റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഷോൾഡർ ഭാഗം തയ്ച്ച് കഴിഞ്ഞിട്ട് ഈ 2 സൈഡും കൂടെ തയ്ച്ച് കൊടുത്താൽ മതി. ജോയിൻറ്റ് ചെയ്ത് കഴിയുമ്പം ഈ ഫ്രാഗ് ഒന്ന് റെഡിയാകും. ഇതുപോലെയാണ് നമ്മളിപ്പോൾ ഇലാസ്റ്റിക് തയ്ച്ചെടുക്കേണ്ടത്. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. ബൈ.